ബ്രിറ്റ് അക്കാദമി അവധിക്കാലം എങ്ങനെ ചെലവഴിക്കാം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച ഒരു ഏകദിന സെമിനാറും കഴിഞ്ഞ പൊതുപരീക്ഷയിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് ഉന്നത മാർക്കോടുകൂടി പാസ്സായ മദ്രസ വിദ്യാർത്ഥികൾക്ക് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മദ്രസയിൽ 5, 7, 10 എന്നീ ക്ലാസ്സുകളിൽ പൊതുപരീക്ഷയിൽ ഉന്നത മാർക്ക് നേടി വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കൊച്ചു വിദ്യാർത്ഥികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതിന് പ്രാപ്തരാക്കിയ ഉസ്താദുമാരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. അതിലേറെ ഉപരിയായി നമ്മൾക്ക് നമ്മുടെ മദ്രസയിൽ ഒരേ ഒരു +ആണ് കിട്ടിയത്. മുഹമ്മദ് ഷമീം എന്ന വിദ്യാർത്ഥിയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. മുമ്പും 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മദ്രസയിൽ +, നേടിയിട്ടുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്നാൽ +, നേടാൻ ഉദ്ദേശിച്ചാൽ ഒരു കുട്ടി വിചാരിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഇന്നത്തെ കാലത്ത് അത് എത്തിപ്പിടിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇന്ന് പഠന മാധ്യമങ്ങൾ വളരെയധികം അഡ്വാൻസ്ഡാണ്. നമ്മൾ എന്തൊരു കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാനും കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. മുമ്പൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഉപ്പാനോടോ ഉമ്മാനോടാണ്. അവർക്കും അതറിയില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടാൻ പിറ്റേന്ന് മദ്രസയിൽ ചെന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ട് വേണം അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാം നമ്മുടെ കൈക്കുമ്പിളിൽ ആണ്. നമുക്ക് മദ്രസ ഗൈഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അതിനുള്ള ആപ്പുകൾ ലഭ്യമാണ്. മദ്രസ ടൈം എന്നുള്ളൊരു ആപ്പുണ്ട്. ഇങ്ങനത്തെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാത്ത ഉത്തരങ്ങൾക്കൊക്കെ അറിയാത്ത ചോദ്യങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മദ്രസയിൽ നിന്ന് ഈ പ്രാവശ്യം നമ്മുടെ മദ്രസയിൽ നിന്ന് +, വാങ്ങിയ ഷമീമിൻ്റെ മാതൃകയാക്കി അടുത്ത വർഷവും നമുക്ക് കൂടുതൽ +, നേടാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ ഉസ്താദുമാരും രക്ഷിതാക്കളും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ അതിന് പ്രാപ്തരാക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ +ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ +, നേടാൻ ഏതൊരു കുട്ടിയും പരിശ്രമിച്ചാൽ അങ്ങോട്ട് എത്തിപ്പിടിക്കാൻ സാധിക്കും. മൻ ജദ്ദ വജദ എന്നാണല്ലോ. പരിശ്രമിച്ചാൽ വിജയിക്കും. പക്ഷേ പരീക്ഷയിൽ പാസ്സായി +, നേടലല്ല ഏറ്റവും വലിയ കാര്യം. നമ്മൾ എന്താണോ പഠിച്ചതിൽ മദ്രസയിൽ നിന്ന് നമ്മൾ കുട്ടികൾ പഠിക്കുന്നത് വലിയവരോട് അവരെ ബഹുമാനിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം, മറ്റ് സഹജീവികളോട് കരുണ കാണിക്കണം, നിസ്കാരം, നോമ്പ് ഇത്തരം മുതലായുള്ള കാര്യങ്ങളെല്ലാമാണ് നാം പഠിക്കുന്നത്. എന്നാൽ അത് ജീവിതത്തിൽ കർമ്മപദത്തിൽ കൊണ്ടുവരലാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കൂടുതലൊന്നും മാർക്ക് വാങ്ങാതെ ഒരു 3rd ക്ലാസ്സോ അല്ലെങ്കിൽ തോറ്റാൽ പോലും അവൻ എന്താണോ പഠിച്ചത് അത് കർമ്മപദത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ഒരു +കാരനെക്കാട്ടും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയവുമായി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയം അവധിക്കാലം എങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതാണ്. അവധിക്കാലത്ത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് ആ സമയമെല്ലാം നമ്മൾ കൃത്യമായ മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ചില കുട്ടികൾക്ക് ഉറക്കിനോടായിരിക്കും താല്പര്യം, അവർ ഉറങ്ങിത്തീർക്കും.
ചില കുട്ടികൾ കളി മാത്രമായിരിക്കും, അങ്ങനെ കളിച്ച് തീർക്കും. അതൊന്നുമല്ല, എല്ലാം വേണം, ഒന്നും വേണ്ട എന്നല്ല, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ചില കഴിവുകൾ കൂടുതലായിട്ട് ചില കഴിവുകളുണ്ടാകും, ആ കഴിവിനെ പരിപോഷിപ്പിക്കുക. ചില കുട്ടികൾക്ക് പാട്ട് പാടാൻ കഴിവുമായിരിക്കും, അതിനെ അഭിവൃദ്ധിയിൽ കൊണ്ടുവന്ന് കൂടുതൽ പാട്ട് മനോഹരമാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും തൊഴിലിനോട് ആഭിമുഖ്യമുള്ള കുട്ടികൾ ആ തൊഴിലിൽ കൂടുതൽ പ്രാവീണ്യം നൽകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ്, അതുപോലത്തെ ചെറിയ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ, അങ്ങനെയുള്ള ചെറിയ കോഴ്സുകളൊക്കെ ഇന്ന് യൂട്യൂബിലും മറ്റ് ഓൺലൈനായിട്ടും ലഭ്യമാണ്. അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഓരോ കുട്ടിക്കുമുള്ള അഭിരുചി അത് വികസിപ്പിച്ച് അതിൻ്റെ പാരമ്യതയിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. അതുപോലെ ചില കുട്ടികൾക്ക് യാത്രയോട് താല്പര്യമുണ്ട്, നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയി കാണുക, പഠിക്കാനുള്ളത് കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നൊക്കെയാണ് ഈ അവധിക്കാലത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് കുട്ടികൾ മുന്നേറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.